കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ SIR. ഇന്ത്യയിൽ നുഴഞ്ഞുകയറി ഇന്ത്യൻ സർക്കാരിന് ഭീഷണിയായിരുന്ന ബംഗ്ലാദേശികൾ ഇപ്പോൾ കൂട്ടത്തോടെ മടങ്ങുകയാണ്. മോദി സർക്കാർ കൊണ്ടുവന്ന SIR ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളെ നാടുകടത്താൻ 1.5 വർഷത്തോളം സമയവും കോടിക്കണക്കിന് പണവും വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോൾ അടിയായിരിക്കുകയാണ്. SIR ആരംഭിച്ചതോടെ ഒരു ചിലവുമില്ലാതെ തന്നെ ബംഗ്ലാദേശികളെ നാടുകടത്താൻ SIR-ന് സാധിക്കുന്നു. രാജ്യത്തിന് അകത്തിരുന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് വഴിയൊരുക്കി കൊടുത്ത ഇന്ത്യക്കാർ തന്നെയാണ് ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ നുഴഞ്ഞുകയറാൻ അവസരമൊരുക്കിയത്. 5000 രൂപ മുതൽ 10,000 രൂപ വരെ മുടക്കിയാൽ ഇന്ത്യക്കാരെ ഇവിടെ കഴിയാൻ ഏജന്റുമാർ സഹായിക്കും എന്നാണ് വർഷങ്ങളായി ഇവിടെ കഴിഞ്ഞ ബംഗ്ലാദേശികൾ പറയുന്നത്. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാം, വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്ഥിര താമസമാക്കുകയും ചെയ്യാം. എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആ ഒരു കണക്കുകൂട്ടലിനെ വളരെ സുഗമമാക്കിയിരിക്കുകയാണ് SIR എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി. ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഭൂരിഭാഗവും പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നത്. സൂറത്തിൽ ഇങ്ങനെ അറസ്റ്റിലായ നിരവധി ബംഗ്ലാദേശികൾ വേശ്യാവൃത്തി പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡറായി വേഷം മാറിക്കഴിഞ്ഞിരുന്ന അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരൻ അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ദില്ലി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോലീസിന് ഒരു ചെറിയ സംശയം തോന്നി. അതിനെ തുടർന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലെത്തിയ നുഴഞ്ഞുകയറ്റക്കാരനാണ് എന്ന് വ്യക്തമായത്. ഇയാളുടെ കയ്യിൽ ഇന്ത്യൻ വോട്ടർ ID ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. വ്യാജ ഇന്ത്യൻ വോട്ടർ ID ഉപയോഗിച്ച് ജീവിച്ചിരുന്ന മുഹമ്മദ് സജീബ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ പിടിയിലായത്. ഹീരാ ഖാൻ എന്ന പേരിലാണ് ഇയാൾ ഡൽഹിയിൽ കഴിഞ്ഞിരുന്നത്. ഇന്ത്യൻ വോട്ടർ ID ഉൾപ്പെടെയുള്ള ചില വ്യാജരേഖകളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. നോർത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ഫോറിനേഴ്സ് സെല്ലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിൽ താമസിക്കുന്ന ബന്ധുക്കളുമായി ഇയാൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന IMO ആപ്പ് പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ വിശദമായ പരിശോധനയിൽ മുഹമ്മദ് സജീബിന്റെ മൊബൈൽ ഫോൺ ഗാലറിയിലും ഇൻസ്റ്റഗ്രാമിലും ബംഗ്ലാദേശിലെ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഫോട്ടോകൾ കണ്ടെത്തി. കർശനമായ ചോദ്യം ചെയ്യലിലാണ് താൻ ബംഗ്ലാദേശി പൗരനാണ് എന്ന് പ്രതി സമ്മതിച്ചത്. സ്ത്രീയായി തോന്നിപ്പിക്കാൻ മുഹമ്മദ് സജീബ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. സ്ത്രീ ശബ്ദവും ശരീരഭാഷയും അനുകരിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു. നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതി തടങ്കൽ കേന്ദ്രത്തിലാണ്. നാടുകടത്തൽ നടപടികളിലേക്ക് നീങ്ങുകയാണ്. പെട്രോപോൾ അതിർത്തി പോസ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അതിർത്തി പട്ടണമായ നോർത്ത് 24 പർഗാനാസിലെ ബോങ്കാവോ ആണ് ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രധാന പ്രവേശന കേന്ദ്രം. ബംഗ്ലാദേശിലെ ഒരു ജില്ലയായ സദ്ഗിര തെക്കും വടക്കും 24 പർഗാനാസിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് വേഗത്തിൽ നുഴഞ്ഞു കയറാൻ അവർക്ക് സാധിക്കുമെങ്കിലും അവരെ നാടുകടത്തുന്ന പ്രക്രിയ സങ്കീർണമാണ്, സമയമെടുക്കുന്നതുമാണ്. ഇത് ഗണ്യമായ സർക്കാർ ചിലവിലേക്ക് നയിക്കും എന്നതായിരുന്നു ഇതുവരെയുള്ള കണ്ടെത്തൽ. എന്നാൽ SIR ആരംഭിച്ചതോടെ ബംഗ്ലാദേശികൾ തന്നെ സ്വയം ഇഷ്ടത്തോടുകൂടി സ്വന്തം തീരുമാനപ്രകാരം ഇപ്പോൾ ഇന്ത്യ വിട്ടു പോവുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചിലവേറിയ സംഗതിയാണ് എന്ന കണക്കുകൂട്ടലിനെ തെറ്റിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ SIR. പല കാര്യങ്ങളും പല പരിഷ്കാരങ്ങളും ഇതുപോലെ നരേന്ദ്രമോദി സർക്കാർ ഇതിനു മുന്നേ കൊണ്ടുവന്നപ്പോഴും അവിടെയെല്ലാം പലതരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് കാശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷെ അതെല്ലാം പിന്നീട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിനും നല്ലതാണ് എന്ന് മനസ്സിലാകുമ്പോൾ എല്ലാ പൗരന്മാരും അതിനൊപ്പം ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും SIR വന്നപ്പോഴും നിരവധി വാദങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ആ വാദങ്ങൾ തുടരുന്നുണ്ട്, അതിനെതിരെയുള്ള വാദങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും SIR എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ നമ്മുടെ രാജ്യത്തു നിന്നും തുരത്താനുള്ള ഏറ്റവും നല്ല പദ്ധതിയാണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.